അതെ ഇത്രയും ഫിലിം എല്ലാം ചെയ്യുമ്പോഴേ പുള്ളിക്കാരത്തി ക്രിട്ടിസൈസ് ചെയ്യോ ഭാര്യ? ക്രിട്ടിസൈസ് ചെയ്ത് കാണൂലല്ലോ, കണ്ടാലേ ക്രിട്ടിസൈസ് ചെയ്യാം. സിനിമയ്ക്ക് കൊണ്ടുപോകത്തില്ലേ? സിനിമ കാണും, എന്റെ സിനിമ കാണുമല്ല. എന്നതാടാ പറയണേ, ചുമ്മാ എന്നെ എന്തേലും ഒക്കെ പറയും. പിന്നെ സ്വന്തം ഭർത്താവ് എന്റെ ഒരു കാണാൻ കൊള്ളുന്ന ഒരു സിനിമ പറഞ്ഞ ചേച്ചി അടുത്ത കാലത്ത് ഇറങ്ങിയ വർഷങ്ങൾക്ക് ശേഷം ഒരു വർഷം കഴിഞ്ഞു, അത് വർഷങ്ങൾ കഴിഞ്ഞു. ഈ ചെയ്ത ഡയറക്ടേഴ്സ് ഒക്കെ അടിക്കും. ഒരിക്കലുമില്ല, അവർക്കൊക്കെ അത് ബോധ്യമുണ്ട്. അപ്പൊ ബുദ്ധിമുട്ടായിട്ടാ ചെയ്യാ. കഥ പോലും അറിയാത്ത ഞാൻ എങ്ങനെ ചേച്ചി ഇത്രയും പറഞ്ഞിട്ട് ചെയ്തില്ലേ? പോട്ടെ, ചേട്ടനോട് കഥ ചോദിച്ചില്ലെന്ന് നോക്കാം, ബാക്കിയുള്ളവരോട് ഒന്നും ചോദിക്കുമല്ലേ? ആരോടും ചോദിച്ചു നോക്ക് ചേച്ചി, ഞാൻ ആരോടും പോയി കഥ ചോദിച്ചു. അതുകൊണ്ടല്ലേ എന്നെ ഇത്ര സ്നേഹം അവർക്കൊക്കെ എപ്പോഴും. ഒന്നും ചോദിക്കില്ല ഞാൻ. അങ്ങ് അഭിനയിക്കും. അന്ന് രാവിലെ എന്നാ കുളത്തിൽ ചാടണോ ചാടും, പുല്ല് പറിക്കണോ പറിക്കും, എല്ലാം ചെയ്യും. അയ്യോ, അന്ന് രാവിലെ എന്നാ പറയുന്നത് അതൊക്കെ ചെയ്യുവോ? തന്നെ നമ്മുടെ ജോലിയല്ലേ, നമ്മള് ഫ്രീലാൻസ് ചെയ്യല്ലേ. ഫ്രീലാൻസ് അല്ലേ? ഫ്രീ ആയിട്ടല്ല, പക്ഷെ ഫ്രീലാൻസ്. അത് കൊള്ളാട്ടോ. പക്ഷെ ഒരു കാര്യം എന്നാന്ന് വെച്ചാ, എനിക്ക് ധ്യാന്റെ ഒരു പോസിറ്റീവ് ഉണ്ട്. എന്നാന്ന് വെച്ചാൽ എല്ലാം ഒരു ടെൻഷൻ കയറ്റിയിട്ടുള്ള ഒരു വർത്താനോ അല്ലെങ്കിൽ ടെൻഷൻ കയറ്റിയിട്ടുള്ള ഒരു ലൈഫോ അങ്ങനെയില്ല. ഓൾവേസ് പോസിറ്റീവ്. എപ്പോഴും എന്താ പറയാ, നമ്മളൊരു നല്ലത് പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ല, ഇപ്പൊ ഒരു ടെൻഷൻ വന്നു, ഓക്കെ നാളെ അത് മാറി നേരെ ആവും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടാവില്ലേ ഉള്ളില്? അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അതുമില്ല. ഇനിയിപ്പോ ഞാൻ എന്നതാ ഉള്ളത് അതൊന്നു പറഞ്ഞേ. ചേച്ചി എപ്പോഴും എന്നെ സ്നേഹിക്കുന്ന, നമ്മളെ ഇഷ്ടപ്പെട്ടിരുന്ന കുറെ ആൾക്കാർ എനിക്ക് എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ സൗഹൃദം, പ്രണയം, ഇതുപോലെ പല രീതിയിൽ അതൊക്കെ പറയണല്ലോ. അപ്പൊ അങ്ങനെ ഉണ്ടാവുമ്പോൾ നമുക്ക് ഒരു ടെൻഷനും ഉണ്ട്. ഇപ്പൊ നാളെ എനിക്കൊന്നും ഒരു ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട്, ചേച്ചി എനിക്ക് പൈസ ഇട്ടില്ലേ ഗൂഗിൾ പേയില്ലേ, അത്രേ ഉള്ളൂ. എന്തിനാ ടെൻഷൻ അടിക്കണം? അപ്പൊ വൈഫായിട്ടുള്ള പ്രണയം അതെങ്ങനെയായിരുന്നു? എപ്പോഴായിരുന്നു വൈഫായിട്ടുള്ള പ്രണയം? അതെപ്പായിരുന്നു? അതൊരു പ്രണയം. അയ്യോ, എന്റെ തേമ്പി ഇവ വീട്ടിൽ ചെല്ലുമ്പോ അടി ഉറപ്പാ. ഇല്ല ചേച്ചി, അതൊക്കെ എപ്പോഴേ കിട്ടി. അതെ, വന്നു കയറിയപ്പോ തൊട്ട് കൊച്ചിനെ കൊണ്ട് അടുക്കള പണി മുഴുവൻ ചെയ്യിപ്പിച്ചു. ഈ പറഞ്ഞ പോലെ വിശേഷം മുഴുവൻ പറഞ്ഞു. പക്ഷെ എനിക്ക് ധ്യാനിനെ ഇഷ്ടം ഇപ്പോഴും ഞാൻ പറയല്ലേ, ഒരു ടെൻഷൻ ഇല്ലാത്തൊരു കുട്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അയ്യോ, എനിക്ക് എന്നേലും ഇച്ചിരി കൂടെ സൈഡിൽ കൂടെ പോയാലും എനിക്ക് ടെൻഷൻ. അയ്യോ ഏട്ടാ അതെന്താ ഇങ്ങനെ ചോദിക്കുന്ന ഒരു വ്യക്തിയാ ഞാന്. അന്നേരം എനിക്ക് ടെൻഷനൊന്നും താങ്ങാൻ പറ്റിയാലോ, ഉള്ള നേര് പറയാലോ. പിന്നെ ഒട്ടും പറ്റിയാലോ. ഇത് നോക്കിയേ, എന്നാ പ്രശ്നമുണ്ട്. അപ്പം വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടേച്ച് പോലും ഒരു കുഴപ്പമില്ലെന്നും പറഞ്ഞ് ജീവിച്ച ആളാ. അന്നേരം പിന്നെ എന്നാ പറയാനാ, ഇനി ഒരു ടെൻഷനും ഇല്ല. ചിലപ്പോ കുറച്ചൊക്കെ ഇതൊക്കെ കണ്ട് പഠിക്കരുത്, കുറച്ചൊക്കെ പഠിക്കണം, ഇച്ചിരിയൊക്കെ പഠിക്കാനുള്ളൂ, ഇച്ചിരിയൊക്കെ മുഴുവൻ പഠിക്കരുത്. പക്ഷെ നല്ല മനസ്സാ. അതെ, ശ്രീനേട്ടന് ഇഷ്ടമുള്ളൊരു സിനിമ ഏതായിരുന്നു? ധ്യാനിന് ഇഷ്ടമുള്ള ശ്രീനേട്ടൻ ചെയ്ത കുറെ സിനിമകളുണ്ട്. ശ്രീനേട്ടൻ ശരിക്കും അതെ, നമുക്കതങ്ങനെ എടുത്ത്, എനിക്ക് ആക്ടർ എന്നുള്ള രീതിനേക്കാളും പുള്ളിനെ ഒരു റൈറ്റർ എന്നുള്ള രീതിയിലാണ്. കാരണം പുള്ളി എപ്പോഴും പുള്ളി എഴുതുന്ന സിനിമകളിൽ പുള്ളി ഒരു വേഷം ചെയ്ത് അങ്ങനെ, കാരണം പുള്ളിയുടെ എഴുതിയ സിനിമകളിലാണ് പുള്ളി ഏറ്റവും ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലാണല്ലോ പുള്ളി ഏറ്റവും കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത്. പുറത്ത് അഭിനയിക്കുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടം പുള്ളി എഴുതിയ സിനിമകളിൽ തന്നെ. ഉദയനാണതാരായിക്കോട്ടെ, നാടോടിക്കാറ്റായിക്കോട്ടെ, പട്ടണപ്രവേശം, ഇതിലൊക്കെ തന്നെ പുള്ളി തന്നെ എഴുതി. ശ്യാമള ആയിക്കോട്ടെ, പുള്ളി തന്നെ എഴുതി, പുള്ളി തന്നെ അഭിനയിക്കുന്ന സിനിമകളിൽ പുള്ളിനെ എനിക്ക് ഇഷ്ടം. അതല്ല പുള്ളി പുറത്ത് പോയി അഭിനയിച്ച സിനിമകളിലൊന്നും എനിക്ക് ആ പുള്ളിയുടെ അഭിനയം ഇഷ്ടപ്പെട്ടില്ല, തോന്നിയിട്ടുണ്ട്. അച്ഛനോട് എപ്പോഴെങ്കിലും ഞാൻ അച്ഛൻ എനിക്ക് സ്ക്രിപ്റ്റ് എഴുതി ചോദിച്ചിട്ടുണ്ടോ? നല്ല ടേംസ് ആയ പിന്നെ ഇല്ല 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 ഇല്ല, എഴുതിയൊക്കെ തരും, എന്നോട് എഴുതി തരാന്നൊക്കെ കഴിഞ്ഞ തവണ പറഞ്ഞു. ആക്ച്വലി ധ്യാന്റെ ജോണർ എന്താണ്? ആക്ഷൻ ആണോ, കോമഡി ആണോ, അതോ ഫാമിലി ആണോ? എന്താണ് ഒരു ഫിലിം ഡയറക്ട് ചെയ്യാൻ മെയിൻ ആയിട്ടൊരു അങ്ങനെ, അത് മിക്സ് ആണ്? അല്ല, എനിക്കൊരു എല്ലാതരം സിനിമകളും ചെയ്യണം എന്നുള്ള. ഫസ്റ്റ് ഞാൻ ചെയ്ത് ഭയങ്കര കൊമേഴ്ഷ്യൽ, തട്ടുപൊളിപ്പൻ, റോം കോം എന്നൊക്കെ പറയാൻ പോകുന്ന ഫെസ്റ്റിവൽ സിനിമയാണ്. ഇപ്പൊ രണ്ടാമത് ചെയ്യുന്ന ഒരു ത്രില്ലർ, കുറച്ച് എല്ലാ ജോണറും ചെയ്യാവുന്ന അങ്ങനെ ഇഷ്ടമുണ്ട്. ആലോചിക്കുന്ന കഥകളൊക്കെ എല്ലാ തരത്തിലുള്ള എല്ലാം ഇതിൽ പെടുന്ന കഥകളാണ്. അതിൽ അഭിനയിക്കോ? അച്ഛൻ ചെയ്ത പോലെ ഡയറക്ഷൻ സ്ക്രിപ്റ്റിന്റെ കൂടെ അഭിനയിക്കണ്ട? ഇല്ല ഇല്ല, ഒരു ചെറിയത് പുള്ളീനെ ആരും വിളിക്കാതായതുകൊണ്ടാണ് പുള്ളി തന്നെ അഭിനയിച്ചെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അങ്ങനെ പുള്ളി ഒരു നടനായെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എല്ലാ ചേച്ചി ആലോചിച്ചു, 84 ഓർഡർ നമ്മ വളറിയാവുന്ന സിനിമ, ആ പടത്തിലാണ് പുള്ളീനെ ശ്രദ്ധിക്കപ്പെടുന്നത്. ഈ പടം പുള്ളി എഴുതിയതാ. ഓക്കെ, അതിന് മുന്നേ ഒരു പുള്ളിനെ ആരും ശ്രദ്ധിച്ചിട്ടില്ല. പുള്ളി 76 വന്നതാ. 76 8 വർഷം എടുത്തു പുള്ളിനെ അന്ന് ശ്രദ്ധിക്കപ്പെടാൻ. ആ ശ്രദ്ധിക്കപ്പെട്ട പടം പുള്ളി തന്നെ എഴുതിയ പടം.
പക്ഷെ ധ്യാൻ അതിനകത്ത് ഒരു വേറൊരു കാര്യം ആലോചിച്ചു, അച്ഛന്റെ ഒരു വാശി ഉണ്ടാവില്ലേ ഉള്ളില്, അതെ അങ്ങനെ ചിന്തിക്കാമല്ലോ നമുക്ക്. അതാ പറഞ്ഞ ഇത്രയും, കാരണം പുള്ളി 68 ചെന്നൈ പോയ സമയത്ത് പുള്ളി അന്ന് അഭിനയം പഠിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അന്ന് പുള്ളിനെ എല്ലാവരും റിജക്ട് ചെയ്തു. ഈ കോലം വെച്ചിട്ട് അഭിനയിച്ചു കഴിഞ്ഞാൽ ഏത് കാലം ഒരിക്കലും തിളങ്ങ പറ്റില്ല എന്നുള്ള, കാരണം അന്ന് ഭയങ്കരമായിട്ട് ഈ പറയുന്ന MGR ആയിക്കോട്ടെ, അവിടെ ശിവാജി ഗണേശൻ ഇവരൊക്കെ കത്തി നിൽക്കുന്ന സമയത്ത് അവരൊക്കെ സുന്ദരന്മാരായ നായകന്മാരല്ലേ. അങ്ങനെയുള്ള സമയത്ത് ഇത്രയും ഇത് ഇങ്ങനെ ആൾക്ക് ഒരു പോസിബിലിറ്റി ഇല്ലെന്ന് പറഞ്ഞ അച്ഛനെ ഭയങ്കര റിജക്ഷൻ കിട്ടിയിരുന്ന ആളാണ്. അങ്ങനെ പുള്ളി അവിടെ റിജക്ട് ചെയ്യപ്പെട്ട് പുള്ളി അവിടെ തന്നെ പഠിപ്പിച്ചു, ഫാക്കൽറ്റി ആയിട്ട് അവിടെ തന്നെ പഠിപ്പിച്ചു. അപ്പോൾ പുള്ളിയുടെ ജൂനിയർ ആയിരുന്നു ചിരഞ്ജീവി, പുള്ളിയുടെ കൂടെ പഠിച്ചതാണ് രജനീകാന്ത്, അങ്ങനെ ഇവരൊക്കെ ഭയങ്കര പരിചയമൊക്കെ ആയിരുന്നു. അങ്ങനെ 70s ഇതായപ്പോഴേക്കും അവിടെ കുറച്ച് ഓഫ് ബീറ്റ് ആർട്ട് ഹൗസ് ഫിലിം മേക്കേഴ്സ്, BA ബക്കർ, അങ്ങനെ ആ ഗ്രൂപ്പിലേക്ക് പുള്ളി ചേക്കേറി പതിയെ. അങ്ങനെയാണ് പുള്ളി 76 എനിക്ക് തോന്നുന്നു മണിമുഴക്കം എന്ന് പറഞ്ഞ സിനിമ. പിന്നെ മണിമുഴക്കം 76 കഴിഞ്ഞതിന് ശേഷം പുള്ളി ആ ആർട്ട് ഹൗസിനകത്ത് തന്നെ KG ജോർജിന്റെ കൂടെ മേള, അതാണ് മമ്മൂട്ടിയങ്ങള് ശരിക്കും ലോഞ്ച് ചെയ്യപ്പെടുന്ന സിനിമ. അത് അച്ഛനാണെന്ന് കാസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് അതിന് ലൊക്കേഷൻ മാനേജറും അസിസ്റ്റന്റ് ഡയറക്ടറും ആയിരുന്നു അച്ഛൻ, ജോർജ് സാറിന്റെ കൂടെ. 80ലുള്ള അതാണ് ഇതൊക്കെ. ആ 76 to 80 ആ കാലഘട്ടം മുഴുവൻ അച്ഛൻ ഈ ആർട്ട് ഹൗസ്, ഓഫ് ബീറ്റ് ഫിലിം മേക്കേഴ്സ് ഇവരുടെ കൂടെ ആയിരുന്നു. 80 to 83 പ്രിയനങ്ങളൊക്കെ വന്ന സമയത്ത് പൂച്ചക്കൊരു മൂക്കുത്തി കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ നിന്ന് ഷിഫ്റ്റും ഓടുന്നത്. പിന്നെയാണ് ആ സീരീസ് ഓഫ് ഈ പറയുന്ന നമ്മുടെ ഗോൾഡൻ ഇറയിലുള്ള ഹ്യൂമർ, അല്ലെങ്കിൽ അതിന് മുന്നേ അച്ഛൻ ചെയ്തിരുന്ന, അല്ലെങ്കിൽ അച്ഛൻ വർക്ക് ചെയ്തിരുന്ന ആൾക്കാരൊക്കെ സീരിയസ് സിനിമയുടെ പഞ്ചവടി പാലം അല്ലെങ്കിൽ ആ സമയത്തുള്ള സിനിമകളൊക്കെ. അപ്പം അച്ഛൻ AD ആയിരുന്നു ആ സമയത്ത്, അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. അന്ന് ആ അച്ഛൻ്റെ നാട്ടിലാണ് മേള ഷൂട്ട് ചെയ്തത്, തലശ്ശേരിയിൽ ആ ഭാഗത്തൊക്കെ. അപ്പം അന്നൊക്കെ അവിടെ നിന്നൊരു ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഹി ടുക്ക് ഒരു ഓൾമോസ്റ്റ് 8 to 9 years ഫസ്റ്റ് സിനിമ എഴുതാൻ വേണ്ടിയിട്ട് ഇൻഡസ്ട്രിയിൽ വന്നിട്ട്. ആ 84 തൊട്ടിട്ട് പുള്ളി എഴുതി തുടങ്ങിയ എല്ലാ സിനിമകളിലും. അച്ഛൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പം അച്ഛൻ അഭിനയിക്കാൻ വന്നു, പക്ഷെ അച്ഛൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു, പക്ഷെ അച്ഛൻ എന്തുകൊണ്ട് സ്ക്രിപ്റ്റിലേക്ക് മാറി എന്നുള്ളത് അച്ഛൻ എപ്പോഴെങ്കിലും, അതായത് സജഷൻ പറഞ്ഞിട്ടാണോ? പ്രിയനങ്ങളും പറഞ്ഞിട്ടാണല്ലോ അച്ഛനെ കൊണ്ട് എഴുതിപ്പിച്ചതാണ്. അതായത് എനിക്കൊന്ന് ഷൂട്ട് സമയത്തെങ്ങാണ് അച്ഛൻ സജഷൻസ് പറഞ്ഞു കാണുമായിരിക്കും അല്ലെ? എനിക്കൊന്ന് അതിന് മുന്നേ പുച്ചക്കൊരു മുഖത്തേക്ക് ഇവർ ചെയ്യുന്ന സമയത്ത് ഇവർ തമ്മിൽ അതിന് മുന്നേ 70s ലേറ്റ് 70s തൊട്ടിട്ട് ഇവർ തമ്മിൽ നല്ല ബന്ധമൊക്കെ ഉണ്ട്, ചെന്നൈ ബന്ധം. പിന്നെ അച്ഛൻ എഴുതാൻ അറിയാൻ പൊട്ടൻഷ്യൽ ഉണ്ടെന്നൊക്കെ ഓഫ്കോഴ്സ് അറിയായിരിക്കുമല്ലോ. അപ്പൊ ഈ കറക്റ്റ് ഈ സാധനം വന്നപ്പോൾ അച്ഛൻ അങ്ങനെ ആരോടെങ്കിലും ഫസ്റ്റ് ടൈം പ്രസന്റ് ചെയ്തിട്ടുണ്ടോ അങ്ങോട്ടോ, അതോ ഇങ്ങോട്ട് വന്നോ? എല്ലാം ഇങ്ങോട്ട് വന്നല്ല, അങ്ങോട്ട് പോയിട്ട് എനിക്ക് ഇങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്ത് തരാം എന്നുള്ളത് അച്ഛൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എനിക്ക് തോന്നുന്നു അവസാനം, കാരണം 84 ഉടനമ്മ വളരെയും കഴിഞ്ഞതിന് ശേഷം പിന്നെ 86 എനിക്ക് തോന്നുന്നു അച്ഛന് 10 പടം എഴുതിയിട്ടുണ്ട് ഒരു വർഷം. 10 അതിൽ മഴ പെയ്യുന്ന മുതലും കൊട്ടുന്നത്, മറ്റേ ദൂരെ ഒരു കൂടുകൂട്ട, മറ്റേ എല്ലാം ആ 86ലാണ് 10 പടം. മറ്റേ ഹൗ മെനി കിലോമീറ്റേഴ്സ് വാഷിംഗ്ടൺ DC. ഇത് ആക്ച്വലി അച്ഛൻ്റെ ഒരു നല്ലൊരു സ്ട്രഗിൾ ഉണ്ട് അല്ലെ, ആ ഒരു 80 years എന്ന് പറയുന്നത് ഒരു ഉള്ളിലൊരു വാശിയുടെ ഒരു ഇതുണ്ട്. അല്ല, ആ ആർട്ട് ഹൗസിന് അവർ അവിടെ ഉണ്ടായിട്ടുള്ളതായിരിക്കും പുള്ളിയുടെ ഏറ്റവും വലിയ ലേണിങ്ങും. പിന്നെ എനിക്ക് തോന്നുന്നു അന്നത്തെ സിനിമ പോലും 80s തുടങ്ങിയപ്പോൾ പോലും കുറച്ച് ഡ്രമാറ്റിക്കും കുറച്ച് ഇതായിട്ടുള്ള ഈ സിനിമ ഒരു ഷിഫ്റ്റ് ഉണ്ടായില്ല. അത് ഇന്നത്തെ സോ കോൾഡ് റിയലിസ്റ്റിക് സിനിമകളാണ് അച്ഛൻ അന്ന് 85 86 എഴുതിയിരുന്ന സിനിമകൾ, കോമണർ ഇഷ്യൂസും സാധനങ്ങളൊക്കെ. അപ്പൊ അവിടെ നിന്നുള്ള ഈ സിനിമയുടെ ലാംഗ്വേജ് ഉണ്ടല്ലോ, ഇത് ശരദിനെ ഇവിടെ പോകുന്നു എന്നൊക്കെ പറയുന്ന പോലത്തെ ഈ ലാംഗ്വേജിനെ ബ്രേക്ക് ചെയ്തിട്ട് നോർമൽ ആൾക്കാർ സംസാരിക്കുന്നതിനുള്ള കോൺവെർസേഷൻ ആയി മാറിയത് അച്ഛന്റെ ഈ പറയുന്ന സാധനം കാഷ്വൽ ടോക്ക്. അത് പുള്ളിയുടെ ഡയലോഗിലൂടെയാണ് എനിക്ക് തോന്നുന്നത്, പുള്ളിയുടെ ഡയലോഗ് റൈറ്റിംഗിലാണ് എനിക്ക് ആ ഷിഫ്റ്റ് തന്നെ സംഭവിച്ചെന്ന് തോന്നിയിട്ടുണ്ട്. അമ്മ എന്തോരം സപ്പോർട്ടാണ്? പ്രത്യേകിച്ച് സപ്പോർട്ടൊന്നുമില്ല, അതൊരു ഇമോഷണൽ സപ്പോർട്ട്, മോറൽ സപ്പോർട്ട് ഉണ്ട്. അപ്പൊ എത്രയായാലും ഒരു അമ്മ എന്ന നിലയ്ക്ക്, ഇപ്പൊ ഞാനും ഒരു അമ്മയാ, മക്കളെ ഇങ്ങനെ ഫിലിമിൽ പോകണം അല്ലെങ്കിൽ ഒരു ജോലി എടുത്ത് നല്ല സെറ്റിൽ ആവണം എന്നായിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ ഒരു അമ്മയുടെ ആഗ്രഹം. അപ്പൊ നിങ്ങളും കൂടെ ഇങ്ങനെ ഫിലിമിൽ പോവാണ് എന്ന് പറഞ്ഞപ്പോ അമ്മ എന്താ പറഞ്ഞ, പോയിട്ട് വരും എന്ന് പറഞ്ഞു? അല്ല, ഈ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ഇത്രയും കാലം എന്തും ചെയ്യാനുള്ള ഒരു ഫ്രീഡം തരിക, നമ്മളെ റെസ്ട്രിക്ട് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ഇതിനെ ബാലൻസ് ചെയ്യാന്ന് പറയുന്നത് ഒന്നിനെതിര് പറഞ്ഞിട്ടില്ല. വീട്ടിൽ ചെറുതായിരുന്നപ്പോ പാമ്പറിങ് കുറച്ച് കൂടുതലായിരുന്നു ധ്യാനിന്. ചേട്ടനാകുമ്പോ ചേട്ടന്റെ ഒരു മെച്ചോറിറ്റിയില് അല്ല അടി കിട്ടിയാണെങ്കിലും ചേട്ടന് കിട്ടും, അനിയന് കിട്ടില്ല, അങ്ങനെ ഉണ്ടായിരുന്നു? അടിപിടി അങ്ങനത്തെ സംഭവമൊന്നും അച്ഛനമ്മ തന്നിട്ടില്ല. അങ്ങനത്തെ അടി നല്ല കുഞ്ഞുങ്ങളായിരുന്നു. വലുതായപ്പോഴും അടി കിട്ടിയത് ആണല്ലേ, ചെറുപ്പത്തിൽ കിട്ടിയില്ല. എന്തായാലും ഒരു വിഷുവിനല്ലേ എന്റെ അടുക്കളയിലേക്ക് എന്റെ വീട്ടിലേക്ക് വന്നേ, എന്റെ പ്രേക്ഷകർക്ക് ഒരു വിഷു ആശംസ കൊടുക്കാമല്ലോ. എങ്ങനെ കൊടുക്കണം? നോക്കി പറഞ്ഞാൽ മതി, അവരോട് നോക്കി പറഞ്ഞാൽ മതി. ഇത് എങ്ങനെ ഞാൻ ഇപ്പൊ ഇതൊന്നും ആഘോഷിക്കാറില്ല, എല്ലാ കൊല്ലവും വരുന്ന ഒരു സാധനം.
അല്ല ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. ഇത് ഭയങ്കര ചെലവാന്ന് ഈ വിഷു. ഒന്നുമില്ല, ഒരു 4, 3, 7 കറി വെക്കാൻ എന്നാ ചെലവ്? ചേച്ചി റിച്ച് ഫാമിലി തോന്നും. അതെ അതെ, ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ എവിടെ പോയാലും വിഷുവിന് എവിടെ ഏത് വീട്ടിലും, നമ്മുടെ മലയാളികളുടെ ഏത് വീട്ടിലും പോയിക്കോ, അങ്ങറ്റത്തൊട്ട് ഇങ്ങറ്റം വരെ വീട്ടിൽ പോയിക്കോ, എല്ലാരും സദ്യ ഉണ്ടാക്കും. ഇല്ലാന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഞാൻ ഫുൾ ഗ്യാരണ്ടി എല്ലാ വീടുകളിലും വെക്കും. ഭയങ്കര വിഭവമായിട്ട് ഞാൻ പറഞ്ഞില്ല, ഒത്തിരി കറികൾ വെച്ച് കഴിഞ്ഞ ഒരു വർഷത്തിന് ആഘോഷങ്ങൾ കുറെ എണ്ണം കൂടുന്നില്ലേ, പല പല ആഘോഷം. നല്ലല്ലേടാ, നല്ല ചില പൈസയുള്ള വീട്ടിലെ ആൾക്കാർക്ക് അങ്ങനെ ഞാൻ പറഞ്ഞ കാശ് ചെലവാക്കി 3 മക്കളുടെ 3 ബർത്ത്ഡേ ആഘോഷിക്കണം. ആഘോഷിക്കൂല, അതൊക്കെ ചെറുതിലല്ലേ ഉള്ളൂ. ഇപ്പൊ പിന്നെ പുറത്തോടെ ഇപ്പൊ വരത്തട അങ്ങനൊന്നുമില്ല. ഞങ്ങൾ ആഘോഷിക്കുന്നത് വിഷു, ഓണം, അങ്ങനെയൊക്കെ ഉള്ളൂ. ക്രിസ്മസ് അങ്ങനെ ഭയങ്കര ആർഭാടായിട്ടൊന്നുമില്ല. കുറച്ച്